നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആന്റിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ, അതെങ്കിലും ഓർക്കണ്ടേ? ട്രൈ ടു ഫോർഗെറ്റ് എവരിതിങ്. ഞാൻ എങ്ങനെയാ മറക്കേണ്ടത്? എന്താ മറക്കേണ്ടത്? ഈ വീട്ടിൽ വെച്ച് തന്നെ കൺമുൻപിൽ വെച്ച് എല്ലാം അവസാനിച്ചില്ലേ? ശരീരം മുഴുവൻ പൊള്ളത്തറച്ച് ആ മനുഷ്യനോട് നാത്തൂറാം എന്ത് തെറ്റാ ചെയ്തത്? Get out from here, you scoundrel! Mind your words. എനിക്ക് എന്റെ സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ഈ വീടിന്റെ ഒരു സ്റ്റില്ലും പുറത്തു പോവില്ലല്ലേ? യു ഹിപ്പോക്രൈറ്റ്. വേണ്ട മാനസി, ഇയാളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? തനിക്ക് എങ്ങനെ ഈ കുട്ടിയെ ഫേസ് ചെയ്യാൻ പറ്റുന്നു? എനിക്കറിയാം, താൻ മനഃപൂർവ്വം കൊന്നതാ. ഇങ്ങനെ ഒരു അവസരത്തിന് കാത്തിരിക്കായിരുന്നു അല്ലേ? എന്റെ ലൈഫാണ് നിങ്ങൾ സ്പോയിൽ ചെയ്തത്. You murderer! I said shut your mouth. Don't exceed the limit. I was doing my duty when I killed him. And I'm right. Shyam. I'm sorry, sir. I'm sorry. നിങ്ങളുടെ സുപ്പീരിയേഴ്സ് നിങ്ങൾക്ക് മെഡൽ തന്നേക്കാം, പക്ഷേ ഈശ്വരൻ നിങ്ങൾ വെറുതെ വിടില്ല. ശ്യാമിനി ഇവിടെ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ സേവനം എനിക്കിനി ആവശ്യമില്ല. യു മേ ഗോ. മാനസി, ഇത്രയ്ക്ക് ഇമോഷണൽ ആവണ്ട. ചിന്തിച്ചു നോക്കിയാൽ ആർക്കും ഒരു തെറ്റും കാണാനാവില്ല. കയ്യിലൊരു പിസ്റ്റളോ ഒരു സ്റ്റെൻ ഗണ്ണോ ഉണ്ടായാ ആരെയും കൊല്ലല്ലേ? ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ജഡ്ജിന്റെ വീട്ടിൽ രാത്രി മതിൽ ചാടി വരുന്നവൻ ആരായാലും കമാൻഡോ വെടിവെച്ച് വീഴ്ത്തും. അതിനാണ് കമാൻഡോ നിർത്തിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ ശ്യാം ചെയ്തത് 100% ശരിയാണ്. ഞാൻ വിശ്വസിക്കില്ല. അയാൾ മനഃപൂർവ്വം കൊന്നതാ. മോളെ, ഇരുട്ടിൽ അയാൾക്ക് നാഥുറാമിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്റ്റേറ്റ്മെന്റിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ശ്യാം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈസ് എ ഡ്യൂട്ടി കോൺഷ്യസ് ഓഫീസർ. आ गया हमारा शार्प शूटर ब्लैक कैट श्याम. काला बिल्ला श्याम. ये अपने आप को बड़ा ही खूबसूरत समझता है बेचारा. ഒരിക്കൽ മേജർ സാറിന്റെ മോളെ പ്രേമിച്ചു. സാർ പറഞ്ഞപ്പോ അവരെ പിടിച്ച് പുറത്താക്കി. ജഡ്ജിന്റെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ മോളെ വളയ്ക്കാൻ വേണ്ടി അവളുടെ കാമുകനെ കൊല്ലുകയും ചെയ്തു. ये जाम भी जाता है लड़कियों के पीछे हाथ धोकर पड़ जाता है. हाँ कुत्ते.
ശ്യാം, നശിക്കാൻ തന്നെ സ്വയം തീരുമാനിച്ചെങ്കിൽ പിന്നെ നിന്നോട് എനിക്കൊന്നും പറയാനില്ല. നീ കേൾക്കണമെന്നുമില്ല. സാബ്, ഞാൻ വേണ്ട. സാബായിട്ട് ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിൽ നിന്നിട്ടില്ലടാ. ജോധ്പൂരിലെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് നീ കടന്നു വന്ന ദിവസം പോലും എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേത് സബോർഡിനേറ്റ് ഓഫീസേഴ്സിനെക്കാളും എനിക്ക് നിന്നെ വളരെ നന്നായിട്ടറിയാം. രാത്രി മെസ്സിൽ എന്തൊക്കെ നടന്നു ഞാനെല്ലാം അറിഞ്ഞു. നിനക്കെന്തു പറ്റി ശ്യാം? मैंने उसका खून किया. I killed him. ഞാൻ അവനെ കൊന്നു. സാബിന് വേണമെങ്കിൽ എന്നെ കോർട്ട് മാർഷൽ ചെയ്യാം. അതാ പയ്യനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ എന്റെ പേരെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. നോ, യു ഹാവ് ഡൺ യുവർ ഡ്യൂട്ടി. നിനക്കത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ അവനെ ഒരുപാട് പ്രാവശ്യം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണടച്ചാൽ അവനാണ് എന്റെ മുന്നിൽ. നീ ആദ്യമായിട്ടല്ലല്ലോ ചോര കാണുന്നത്. There is no mercy and sympathy in front of a soldier's gun. വയ്യ, എനിക്ക് ഈ ജോലി മതിയായി. ഇനിയും ഞാൻ ഡൽഹിയിൽ നിന്നാൽ എനിക്ക് എന്നെ തന്നെ കൊല്ലേണ്ടി വരും. ഞാൻ തിരിച്ചു പോവാണ് സാർ. Don't be a fool, Shah. Be a soldier. Army wants you, man. Come on. Come on. നമ്മൾ ഇയാളെ കൊണ്ടാണോ പോകുന്നത്? എന്തിനാ വെറുതെ ഓരോ ചടങ്ങിനുണ്ട് അതിന്റേതായ പവിത്രത. അതിനിടയിൽ ഒരു അപശകുനം പോലെ. इसे गाड़ी से नीचे उतार दो, हम अकेले ही चले जाएंगे. നമ്മുടെ നാഥുറാമിനെ കൊന്നവരായവർ. ഈ സെക്യൂരിറ്റി കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവർക്കതൊരു ഷോക്കാവും. നമ്മൾ അങ്ങോട്ടാ പോകുന്നത് നീ അറിയില്ലേ? മിസ്റ്റർ ജോൺ സക്രിയ, താനിനി ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല. കുട്ടിയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇനി എപ്പോഴാണ് ട്രാൻസ്ഫോമിനെ കടക്കുന്നത്? ഈ ഗവൺമെന്റിനെ കൊണ്ട് ഞാൻ അവരുടെ മുമ്പിലേക്ക് ചെല്ലില്ല. ഇയാൾ കൂടെ വന്നാ അവർക്ക് ശാന്തിയോടെ കർമ്മം ചെയ്യാൻ പറ്റില്ലമ്മേ. അവരെന്നെ ശപിക്കും. നിങ്ങൾ ഈ തോക്കും തൂക്കി ചെല്ലുന്ന ആരുടെ മുന്നിലേക്കാണെന്ന് അറിയാമോ? അറിയില്ല. ഒരുപിടി ഭസ്മ അവർക്കിപ്പോ അവരുടെ മകൻ. നിങ്ങൾ പോവില്ല. ഇത് എന്റെ ഓർഡറാണ്. നിങ്ങൾ പൊയ്ക്കോളൂ. ശരി അമ്മേ. മിസ്റ്റർ ജോൺ സക്കറിയ, ഡൽഹിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്രൈം തട്ടിക്കൊണ്ടുപോകലാണ്. യു പിയിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വരുന്ന ആന്റി സോഷ്യൽ എലിമെന്റ്സുകളാണ് ഇതിന്റെ പിന്നിൽ. എന്നിട്ട് ബാർഗെയിൻ. ഓരോ ദിവസവും ചുരുങ്ങിയത് 3 കിഡ്നാപ്പെങ്കിലും നടക്കുന്നുണ്ട്. പിന്നീട് അവരാവശ്യപ്പെടുന്ന റാൻസം കൊടുത്ത് രക്ഷപ്പെടുത്തുന്നു. ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കമാൻഡോ ഗ്രൂപ്പ് ഫോം ചെയ്യണം. NSGയുടെ ഒരു ഡിവിഷന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് നിർത്തണമെന്നാണ് ഹോം മിനിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്യാം, നീ എന്നോടൊപ്പം വേണം. സാബ് എന്റെ സുപ്പീരിയർ ഓഫീസർ ആയിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു മൈ ബോയ്. സാബ്, ഇതല്ലല്ലോ ട്രാൻസ്യമുന റോഡ്. സഞ്ജയ്, നമുക്ക് വഴി തെറ്റി. എന്തായിരുന്നു മിണ്ടാത്തത്? നമ്മൾ എവിടേക്കാ പോന്നേ? സഞ്ജയ്, കാർ നിർത്ത്. സ്റ്റോപ്പ് ദ കാർ. മിണ്ടി പോകരുത്. എവിടെ പോകണമെന്ന് എനിക്കറിയാം. എനിക്കിവിടെ ഇറങ്ങണം. സ്റ്റോപ്പ് ദ കാർ. റമത്, उसकी मुंह बंद करो और उसे कहो खामोश हो जाए. പ്ലീസ് സഞ്ജയ്, എന്നെ ഒന്നും ചെയ്യരുത്. നീ എന്നെ ചീറ്റ് ചെയ്യരുതല്ലേ? സ്റ്റോപ്പ് ഐ സേ.
काफी रोड है, पुलिस के सामने से मत जाना।